ഹലോ, അസ്സാം വലൈക്കും. ഇന്ന് ഏറ്റവും സിമ്പിളായിട്ട് ഏറ്റവും കുറഞ്ഞ സമയത്തിനുള്ളിൽ ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റത്തിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം തന്നെ ഞാനിവിടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത് എണ്ണ നല്ലപോലെ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ചെറുതായിട്ട് തന്നെ അരിഞ്ഞെടുത്തിട്ടുള്ള മീഡിയം സൈസിലുള്ള ഒരു സവാള ചേർത്ത് കൊടുക്കാം. ഇനി ഈ ഒരു സവാള നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ ഇത് പെട്ടെന്ന് കുക്കായി കിട്ടാൻ നല്ല സോഫ്റ്റായി കിട്ടാനൊക്കെ വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്കിതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തതും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 1/4 ടീസ്പൂണാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ചെറിയ മക്കളൊക്കെ ഉള്ള വീട്ടിലൊക്കെയാണ് റെഡിയാക്കി എടുക്കുന്നതെങ്കിൽ ഈ ഒരു പച്ചമുളക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. അപ്പോൾ പിന്നെ ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുള്ള കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് സമയം അങ്ങനെ ഗോൾഡൻ കളർ ആക്കി എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ട് ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്കിതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ വീതം മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഒരു 1/2 ടീസ്പൂണിനടുത്ത് ഗരം മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ അതിൻ്റെ ആ ഒരു പച്ചമണം പോയി കിട്ടുന്നത് വരെ നല്ലപോലെ ഒന്ന് ഈ ഒരു സവാളയിലിട്ടിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിന് ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ മുളക് പൊടിയും പച്ചമുളകും അത്യാവശ്യം എരിവുള്ളത് കൊണ്ട് ഞാനിതിലേക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടില്ല. അപ്പോൾ നമ്മുടെ മസാലപ്പൊടികളൊക്കെ സവാളയിലിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കാൻ മറന്നു പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ചെറിയൊരു കഷ്ണം തക്കാളിയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഇത് ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല. പക്ഷേ നമ്മൾ തക്കാളി ചേർത്ത് കൊടുക്കുന്ന സമയത്ത് ഇത് ചെറിയൊരു കൊഴുപ്പോട് കൂടി തന്നെയാണ് നമ്മുടെ ഈ ഒരു മസാല കിട്ടുക. അപ്പോൾ നമ്മുടെ ഉള്ളിയും തക്കാളിയൊക്കെ നല്ലപോലെ സോഫ്റ്റ് ആയി കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതിനെ ഒരു 3-4 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ള ആ ഒരു വെള്ളമൊക്കെ നല്ലപോലെ വറ്റി നമ്മുടെ സവാളയും അതുപോലെ തന്നെ തക്കാളിയൊക്കെ നല്ല സോഫ്റ്റ് ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു 3/4 ടീസ്പൂണിനടുത്ത് സോയാ സോസ് കുറച്ച് മല്ലിയിലേക്ക് കൂടെ ചേർത്ത് ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വളരെ സിമ്പിളാണ് നമ്മുടെ ഈ ഒരു മസാല റെഡിയാക്കി എടുക്കാനായിട്ട്. അപ്പോൾ ഇതിലേക്ക് ചിക്കനോ ബീഫോ ഒന്നും തന്നെ ചേർത്ത് കൊടുത്തിട്ടില്ല. നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മൾ വളരെ സിമ്പിളായിട്ടാണ് നമ്മുടെ ഈ ഒരു മസാല ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിന് ചൂടാറാനായിട്ടൊന്ന് മാറ്റി വയ്ക്കാം. അപ്പോൾ ഈ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു കപ്പ് പാലും സെയിം കപ്പിൽ തന്നെ ഒരു കപ്പ് മൈദയും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിലേക്ക് 1.5 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ 1.5 കപ്പ് മൈദ ചേർത്ത് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഒരു കപ്പിൻ്റെ ആ ഒരു അളവിലാണ് ഞാനിപ്പോൾ ഇവിടെ കാണിക്കുന്നത്. അപ്പോൾ മൈദയും കൂടെ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് ഇതിനെ നല്ല പോലെ ഒന്ന് അടിച്ചെടുക്കാം. അപ്പോൾ അതാ ഈ ഒരു തിക്കിലാണ് നമ്മുടെ ബാറ്റർ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇനി നേരത്തെ മസാല റെഡിയാക്കി എടുത്ത ആ ഒരു സെയിം പാനിനെ ഞാൻ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള ആ ഒരു ബാറ്റർ മുഴുവനായിട്ടും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു പാൻ ഡയറക്റ്റായിട്ട് തന്നെ സ്റ്റൗവിലേക്ക് വെച്ച് കൊടുക്കരുത്. അതിൻ്റെ താഴെയായിട്ട് കുറച്ച് കട്ടിയുള്ള ഏതെങ്കിലും ഒരു പാത്രം വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഞാനിവിടെ പഴയ ഒരു തവയാണ് ഇട്ട് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി ഒഴിച്ചു കൊടുത്തിട്ടുള്ള ഈ ഒരു ബാറ്ററിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു മസാല ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു സമയത്തൊക്കെ നമ്മുടെ ഫ്ലെയിം ഓൺ ആണ് കേട്ടോ. അപ്പോൾ ലോ ഫ്ലെയിമിലിട്ടിട്ടാണ് നമ്മളിതൊക്കെ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നല്ല പോലെ തന്നെ നമ്മുടെ മസാല ഫുള്ളായിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം അതിന് മുകളിലായിട്ട് ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്തിട്ടുള്ള മുട്ട ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിതിലേക്ക് പുഴുങ്ങിയെടുത്തിട്ടുള്ള 3 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അധികം കട്ടിയില്ലാതെ റൗണ്ടായിട്ടാണ് ഞാനത് മുഴുവനായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് കുറച്ചും കൂടെ ഭംഗിയുണ്ടാവും. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ കട്ട് ചെയ്തെടുത്തിട്ടുള്ള നമ്മുടെ ഈ ഒരു മുട്ടയുടെ പീസ് മുഴുവനായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം അതിന് മുകളിൽ നമുക്ക് കുറച്ചും കൂടെ മസാല വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ ചെയ്തെടുക്കുന്നത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടി മാത്രമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഞാൻ മസാലയൊക്കെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിന് മുകളിലായിട്ട് കുറച്ച് മല്ലിയില കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ മുട്ട വെച്ചിട്ട് മാത്രമല്ല കേട്ടോ, നമുക്ക് ഫ്രൈ ചെയ്തെടുത്തുള്ള ചിക്കനൊക്കെ വെച്ചിട്ടും ഈ ഒരു സെയിം രീതിയിൽ തന്നെ നമുക്ക് പലഹാരം റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് മുകളിലായിട്ട് മുഴുവനായിട്ട് മല്ലിയില കൂടെ വെച്ച് കൊടുത്തതിന് ശേഷം ഇതിന് നമുക്ക് ഒരു 15-20 മിനിറ്റ് വരെ ഒരു ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്ക് കുക്ക് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഒരു 15 മിനിറ്റ് ആയപ്പോഴേക്കും നമ്മുടെ പലഹാരമൊക്കെ ഇവിടെ നല്ലപോലെ കുക്കായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ഫോർക്കോ ടൂത്ത്പിക്കൊക്കെ വെച്ചിട്ട് കുത്തി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ക്ലീൻ ആയി കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉൾഭാഗമൊക്കെ നല്ലപോലെ കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകൾ ഭാഗം ഒന്ന് ഡ്രൈ ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് വേറൊരു പാനിലേക്ക് കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്ന് വെച്ച് കൊടുത്തതിന് ശേഷം ഇതിനെ നമുക്ക് വേറെ പ്ലേറ്റിലേക്ക് കൂടെ തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നല്ല അടിപൊളിയായിട്ടാണ് നമ്മുടെ പലഹാരം അവിടെ കിട്ടിയിട്ടുള്ളത്. സംഭവം സിമ്പിളാണ് റെഡിയാക്കി എടുക്കാനായിട്ട്. കുറഞ്ഞ സമയത്തിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാനും പറ്റും. നല്ല അടിപൊളി ടേസ്റ്റുമാണ് ഇത് കഴിക്കാനായിട്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ചീസൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ലെങ്കിലും ഇതിന് നമ്മൾ എഗ്ഗ് പിസ്സ അല്ലെങ്കിൽ എഗ്ഗ് പോള എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ എണ്ണയിലൊന്നും മുക്കി പൊരിക്കാതെ ഇഫ്താറിന് റെഡിയാക്കി എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റായിട്ട് അറിയിക്കുക.